2018 പ്രളയത്തിൽ തകർന്ന ഇടുക്കി പഴയ മൂന്നാർ ഹൈറേഞ്ച് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഇനിയും യാഥാർത്ഥ്യമായില്ല. പഴയ മൂന്നാറിൽ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം മുതിരപ്പുഴയ്ക്ക് കുറുകെയായിരുന്നു തകർന്ന ഈ പാലം സ്ഥിതി ചെയ്തിരുന്നത്. പാലം ഇല്ലാതായതോടെ ഈ മേഖലയിൽ താമസിക്കുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. 2018 പ്രളയത്തിൽ മുതിരപ്പുഴയാറ്റിലുണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലായിരുന്നു പഴയ മൂന്നാറിലെ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപത്തെ ആട്ടുപാലം ഒഴുകിപ്പോയത്. പ്രളയാനന്തരം വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുന്ന നടപടി എങ്ങുമെത്താതെ അനന്തമായി നീളുകയാണ്. പഴയ മൂന്നാർ മേഖലകളിലെ ആളുകളായിരുന്നു പ്രധാനമായും തകർന്ന പാലങ്ങളെ ആശ്രയിച്ചു വന്നിരുന്നത്. പാലമില്ലാതായതോടെ ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഏറെ ദൂരം അധികം ചുറ്റി സഞ്ചരിച്ച് അക്കരെ ഇക്കരെ എത്തേണ്ടുന്ന അവസ്ഥയിലാണുള്ളത്. നമ്മുടെ ഈ ആടുപാലം ഇവിടെ ഉണ്ടായിരുന്ന പാലം നമ്മുടെ വർക്ക്ഷോപ്പിലെ ക്ലബിന്റെ പുറയിലുള്ള പാലമായിരുന്നു. നേരത്തെ ഇത് 11ാം വാർഡായിരുന്നു. ഈ വാർഡിലുള്ള പാലമായിരുന്നു. 2018 പ്രളയം ഉണ്ടായിരുന്നു. ആ പ്രളയത്തിന്റെ സമയത്തിൽ ഈ പാലം പൊട്ടിപ്പോയിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് 2020 ഇതിന് ഈ പാലം കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് അരിക്കല് നാട്ടുകാരുന്നു മറ്റേ MM മണി വന്നിട്ട് അരിക്കല്ലിട്ടിട്ട് പോയതാണ്. 35 ലക്ഷം രൂപ ഫണ്ട് വെച്ച് അത് കഴിഞ്ഞിട്ട് ഇത് പോരാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു വർഷം കടത്തിട്ട് 2022 പിന്നെ ഈ പാലത്തിന് വേണ്ടിയിട്ട് 85 ലക്ഷം രൂപ ഫണ്ട് വെച്ചായിരുന്നു. പിന്നെ അതും നടന്നില്ല. ഇതുവരെ ഈ പാലം ഇപ്പം പൊട്ടിപ്പോയിട്ട് 7 കൊല്ലമായി ഈ പാലം പൊട്ടിട്ട്. ഇതുവരെ പാലത്തിന്റെ ഒരു നടപടി എടുത്തിട്ട് തകർന്ന പാലത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കുമെന്നും തുക അനുവദിച്ചുവെന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ മുമ്പുണ്ടായി. പക്ഷേ നിർമ്മാണ കാര്യത്തിൽ മാത്രം പുരോഗതി ഉണ്ടായില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കാൻ തങ്ങൾക്ക് അധിക തുകയും സമയവും ചിലവഴിക്കേണ്ടി വരുന്നുവെന്ന പരാതിയും പ്രദേശവാസികൾക്കുണ്ട്. തകർന്ന പാലം പുനർനിർമ്മിക്കാൻ നടപടി ഉണ്ടാവണമെന്ന ആവശ്യം ഈ പാലത്തെ ആശ്രയിച്ച് യാത്ര നടത്തിയിരുന്നവർ വീണ്ടും ആവർത്തിക്കുകയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.